ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ട് മിനിറ്റുകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതി നമുക്ക് മടിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടാണ് കേട്ടോ. ഇതിലേക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ കറി കൂട്ടി കഴിക്കാനാണെങ്കിൽ അങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൈദക്ക് പകരം ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാം. 2 വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. പഞ്ചസാര ചേർക്കുമ്പോഴാണ് നന്നായിട്ട് തന്നെ മൊരിഞ്ഞൊക്കെ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മൈദ എത്രയാണോ എടുത്തത് അതേ അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 1 കപ്പ് മൈദയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലൊക്കെയാണ് അളന്നെടുക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് മൈദയിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് തയ്യാറാക്കി കഴിഞ്ഞത് ചുട്ടെടുക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു പലഹാരം ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു രീതിയിൽ തന്നെ ചുട്ടെടുത്താൽ മാത്രമേ നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതിനൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് ഇന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 or 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മുട്ട ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. മുട്ടയുടെ അളവ് കൂടുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ 2 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 1 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട ഒരിക്കലും മിക്സിയിൽ നമ്മൾ മാവ് അടിച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കരുത്. മാവ് റെഡിയായ ശേഷം മാത്രം ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് മിക്സ് ചെയ്തെടുക്കൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ ശേഷം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പാൻ ഒരുപാട് ചൂടാവരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അപ്പത്തിൽ ഹോളൊക്കെ വന്നിട്ട് അത് പൊങ്ങിയൊന്നും വരില്ല. അപ്പോൾ മീഡിയം ചൂടിലുള്ള പാനിലേക്ക് നമ്മളിതുപോലെ 1.5 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. ഒരുപാട് പൊങ്ങിയൊന്നും വരില്ല. പക്ഷേ 2 ലെയറായിട്ട് കിട്ടുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ പൊങ്ങിയൊക്കെ വരും. അപ്പോൾ ഞാനിവിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് മുഴുവനായിട്ടും ചുട്ടെടുക്കാം. ഇവിടെ മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്